കോഴിക്കോട്ടെ 15 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് വിവരം. രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഒപ്പമുണ്ടായിരുന്ന 11 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞത്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങളുമായി. ഇന്ത്യാസ് കരീം, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വേനലവധിക്കാലമാണ്. സംസ്ഥാനത്ത് ഈ വേനലവധിക്കാലത്തെ ക്യാമ്പുകൾക്ക് അതിനൊക്കെ ഒരു സാധാരണ എപ്പോഴും ഒരു രൂപമുണ്ട്. കളികളും പാട്ടും ഒക്കെ ആയിട്ട് അതിനൊരു രൂപമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ പുതിയ കാലത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളികൾ, ഈ ഡിജിറ്റൽ യുഗത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വേനലവധി ക്യാമ്പുകളായി ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ ക്യാമ്പുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പരമ്പര തന്നെ ഇന്നലെ നമ്മൾ വിശദമായി ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ ഒരു 15 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു. അതും സമാന പ്രായമുള്ള ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. 11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നു. മറ്റു വിവരങ്ങൾ കൂടി. പ്രജീഷ്, സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനലവധിക്കാല ക്യാമ്പുകളും മറ്റു മാതൃകാപരമായ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിലും കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ വാർത്തകൾ പങ്കുവെക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഫറൂഖിലെ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. 2 വിദ്യാർത്ഥികളാണ് ഈ 15 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. അതായത് ഈ ആരോപണ വിധേയരായ ഒരു കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ 2 പേർ ചേർന്ന്, സമപ്രായക്കാരായ 2 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നത്. കൂട്ടത്തിൽ 11 വയസ്സായ മറ്റൊരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. ഈ ആൺകുട്ടിയാണ് ഈ പീഡന ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തത്. അങ്ങനെ ഈ കുട്ടി മൊബൈലിൽ പകർത്തിയ ദൃശ്യം മറ്റൊരാൾ കാണുന്നു. മറ്റൊരാൾ കണ്ടത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളിലായ ഒരാൾക്ക് ഇത്തരം ഈ കാര്യങ്ങൾ പറയുകയും ഈ വീഡിയോ ദൃശ്യം ബന്ധുക്കളിൽ ഒരാൾ കാണാൻ ഇടയാവുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഈ കുട്ടിയെ കൗൺസിലിംഗിന് കൊണ്ടുപോകുന്നത്. കൗൺസിലിംഗിനിടയിൽ ഈ പീഡന വിവരം കുട്ടി തുറന്നു പറയുകയായിരുന്നു. ഇതിനു പിന്നാലെ തന്നെ ഇപ്പോൾ നല്ലളം പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. ഫറൂഖ് ACP ആണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. ACP ഇക്കാര്യം കുട്ടികളാണ്. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് 11 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും 15 വയസ്സുള്ള 2 ആൺകുട്ടികളാണ്. ഈ കുട്ടികളാണ്. അപ്പോൾ ഈ എന്ത് രീതിയിലാണ് ഈ ഒരു നടപടികൾ മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും. അതായത് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച ആരോപണ വിധേയരായ 2 ആളുകൾ 15 വയസ്സ്, അതായത് സമപ്രായക്കാർ തന്നെയാണ്. പെൺകുട്ടിയുടെ അതേ പ്രായത്തിൽ തന്നെ ഉള്ളവരാണ്. പക്ഷേ ഈ പീഡന ദൃശ്യം പകർത്തിയത് 11 വയസ്സുള്ള ആളാണ്. ഇവർ 3 പേരും സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിലിപ്പോൾ ഈ 3 പേരും, അതായത് ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന 2 പേരും ദൃശ്യങ്ങൾ പകർത്തിയാളും മൈനർ ആയതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം സാധ്യമല്ല. എന്തായാലും ഇതിലിപ്പോൾ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. എന്നാൽ CWCയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CWC പറയുന്നത്, രക്ഷിതാക്കളെ അറിയിച്ചിരിക്കുന്നത്, ഈ 2 വിദ്യാർത്ഥികളെ, അതായത് പീഡിപ്പിച്ച 2 ആൺകുട്ടികളെയും കൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച CWCക്ക് മുൻപിൽ, അതായത് കോഴിക്കോട് CWCക്ക് മുൻപിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചൊവ്വാഴ്ച അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് CWC ഇവരെ ചോദ്യം ചെയ്ത് ഈ കൂടുതൽ വിവരങ്ങൾ തേടിയതിനു ശേഷമാണ് പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പിന്നീട് പോലീസ് ആയിരിക്കും ഇതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതാണ് CWC വ്യക്തമാക്കുന്ന കാര്യം. സന്ധ്യ, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിൽ ലഭിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുത്തൽ നടപടികൾ, തുടർ നിയമ നടപടികളിലേക്കൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ കടക്കാൻ പോകുന്നത്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ കോഴിക്കോട്ട് നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് ഫറൂഖിലാണ് 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ 2 സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചു എന്ന പരാതി ഉയർന്നു വരുന്നത്.